ചാനൽ ഷൈനിങ് സ്റ്റാർ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. ഞാൻ കുറേ നാളുകൊണ്ട് ഇത് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷേ സമയം അങ്ങോട്ട് അനുകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ കോലം അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീക്കെൻഡ് എടുക്കാമെന്ന് വെച്ചു. കാരണം വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ എന്നും വൃത്തിയാക്കും. സോ ഇന്ന് അങ്ങനെ വൃത്തിയാക്കി അപ്പോൾ ഒന്ന് ഹോം ടൂർ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ഒരു വഴി കൂടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന വീടാണ് നമ്മളുടേത്. അങ്ങനെ ഒരു ഗേറ്റ് കാണാം, റോളിംഗ് ഗേറ്റാണ്. ആ ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്ലോപ്പ് കണക്കത്തൊരു വലിയ സാധനമുണ്ട്. അതിങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ അമ്മയുടെ വണ്ടി അവിടെ കാണാം, പിന്നെ എൻ്റെ അമ്മൂമ്മയുടെ വണ്ടി കാണാം, പിന്നെ എൻ്റെ വണ്ടിയും കാണാം. പിന്നെ നമ്മളെ റെയിൻ കോട്ട്, തുണി, സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള, പിന്നെ നമ്മുടെ ചെരുപ്പുകൾ. പിന്നെ ഇതാണ് നമ്മളെ മുറ്റം. കുറച്ച് സ്ഥലമേ ഉള്ളൂ, എന്നാലും സീനില്ല. പിന്നെ ഇതാണ് നമ്മളെ കാർ ഷെഡ്. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞു മുറ്റം. പിന്നെ ഇത് നമ്മൾ കിണറാണ് കേട്ടോ. അത് പകുതി അങ്ങ് അപ്പുറത്ത് നമ്മൾ റോഡിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ ഇത്രയും ഇന്ന് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് കറ്റാർവാഴയും, പിന്നെ 3 കറ്റാർവാഴയുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫ്ലാസും കണ്ടോ, ഫ്ലാസും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് എൻ്റെ പട്ടിക്കൂടാണ്, അങ്ങോട്ട് ഇപ്പോൾ ആരും പോകാറില്ലൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ഗേറ്റ്, കാരണം വീടിന് ഫ്രണ്ടിലായിട്ടൊരു ഗേറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ സെറ്റാക്കി സ്റ്റെപ്പൊക്കെ വെച്ചു. പിന്നെ കയറുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടാണ്. ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട്. ഇവിടെയാണ് നമ്മൾ വിളക്കൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ കയറുമ്പോഴത്തേക്കും നേരെ സൈഡിലായിട്ട് നമ്മുടെ ടി വിയും, പിന്നെ ഷോക്കേസും, പിന്നെ നമ്മുടെ കുഞ്ഞാപ്പീൻ്റെ ടോമി. അപ്പോൾ നമ്മൾ ഷോക്കേസും, പിന്നെ നമ്മളൊരു ദിവാൻ ബെഡ്, കുറച്ച് ബാഗ്സും ഹെൽമെറ്റും, പിന്നെ എൻ്റെ കളിപ്പാട്ടം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ടി വി സ്റ്റാൻഡ്, പിന്നെ ഒരു ഫ്ലവറും അപ്പുറത്തിരിപ്പുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് ചില്ലറ സാധനങ്ങൾ. ഏറ്റവും നേരെ കിടക്കുന്നത്, നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് നേരെ ഇരിക്കുന്നത് നമ്മുടെ സോഫയാണ്. സോഫയിൽ ഇവിടെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറ്. അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ സോഫയാണ്. ഇതൊക്കെയാണ് എൻ്റെ സോഫ. പിന്നെ ഇവിടെ നേരെ ഒരു പടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കേബിൾ, ചാർജ് കേബിള്. ഓക്കെ, പിന്നെ ഇവിടെ ജനാല. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞ് ബാത്റൂമിൽ എന്ന് വെച്ചാൽ ഒരു ക്ലോസറ്റ്, പിന്നെ ഒരു ഷവറ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതാണ് എൻ്റെ അമ്മൂമ്മയുടെ റൂം. അങ്ങനെയൊക്കെയാണ് അമ്മൂമ്മയുടെ ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ആണ് ആ റൂമിൽ. പിന്നെ ഇതാണ് എൻ്റെ റൂം. എൻ്റെ ചേട്ടൻ്റെ റൂമായിരുന്നു, ഇപ്പം എനിക്ക് കിട്ടി. അപ്പോൾ നേരെ വരുമ്പോൾ ഒരു ബെഡ്, അവിടെ ഒരു ബോർഡ്, എൻ്റെ ചേട്ടൻ, എൻ്റെ ഇത്, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിള്, പിന്നെന്താ, പിന്നെ വാഷ് ബേസിൻ, ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ ഇവിടെയൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ കിടക്കുന്ന റൂം ഇതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും സീനില്ല, അതൊന്നും മൈൻഡ് ആക്കില്ല. അപ്പോൾ ഇത് ഒരു വാർഡ്രോബുണ്ട്. വാർഡ്രോബിൽ അലമാര, അതെ, കുറച്ച് സിലിണ്ടർ. പിന്നെ ഇവിടെ ഒരു അയണിങ് ടേബിള്, നമ്മുടെ ബെഡ് ഫാമിലി ബെഡാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയും അമ്മയുടെ കുറേ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അടുക്കള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സാധനമാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. സാമ്പാർ കഷ്ണം. എൻ്റെ അമ്മ ഇവിടെ മീൻ അറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മീൻ എന്താണ് പറഞ്ഞിട്ട്? അയലക്കുട്ടിയാണ് നമ്മളെ മീൻ വന്നിരിക്കുന്നത്. പിന്നെ പാത്രങ്ങളും ഷെൽഫും ഫ്രിഡ്ജും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെ പുറത്തോട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറത്തോട്ട് ഇവിടെ ഒരു കൊച്ചടുക്കള, ഇത് ഇവിടെയൊക്കെ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനൊക്കെയാണ്. പിന്നെ വാഷിംഗ് മെഷീൻ. പിന്നെ ഇവിടെ ഒരു നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സാധനം. പിന്നെ ഇവിടെ തുണി വിരിച്ചിട്ടേക്കണം. അങ്ങോട്ട് കോഴിപ്പരയാണ്, കോഴി ഉണ്ടായിരുന്നു, അപ്പോൾ ആ കോഴീനെയൊക്കെ ഇട്ടിരുന്ന സ്ഥലമാണ്. ഓക്കെ, ഓരോ എൻ്റെ ക്യാമറ കിടച്ചിട്ടുള്ള കുഴപ്പമാണിത് ഗൈസ്. അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം നല്ല വെട്ടമുണ്ട്.
ഓക്കെ സൂപ്പർ ഗൈസ്. ഓക്കെ എന്നാലും പറ്റുന്നില്ല. അങ്ങോട്ടൊക്കെ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. നമ്മളെ കാർ ഷെഡും ബാത്റൂമൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മയ്ക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നോക്കിക്കേ. ഈ ക്യാമറ ഒക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഒരു മിനിറ്റ് കൈസ്, ഒന്ന് വെച്ചോട്ടെ. ഫ്രണ്ട്സ്, എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു പലഹാരത്തിൻ്റെ കടയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കരിഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു സാധനം, പിന്നെ മുറുക്ക്, കൈമുറുക്ക്, കൊച്ചുമുറുക്ക്, അച്ചപ്പം, പക്കാവട, മധുരസേവ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നമ്പർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.